അല്ലെ? അത്യാവശ്യം നല്ല മോഡലുള്ള വണ്ടി 2016-17 മോഡലുള്ള വണ്ടിയാണ്. 16 മോഡൽ 17 രജിസ്ട്രേഷൻ. നമുക്കൊരു ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഫുൾ ഓണില് നല്ല അടിപൊളി നല്ല സെഡാൻ ടൈപ്പ് വണ്ടികൾ നോക്കണവർക്ക് കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരുന്ന ഒരു വണ്ടിയാണ് ഇത്. ഫോർഡ് സ്വിഫ്റ്റ് ഒന്നും വരാല്ല, ഒക്കെ സീന നീറ്റ് ഫുൾ അടിപൊളിയാണ്. ഇതൊക്കെ ഒരു ചെറിയ ഓഫർ എടുത്തൂടെ? ഈ വിലക്ക് ഒരു ഫുൾ ടാങ്ക് അണ്ടിമാർ അടിച്ചെടുക്കാം. 3,30,000 അടിച്ചെടുത്തൂടെ? അടിച്ചെടുക്കല്ലേ? അപ്പൊ മക്കളെ ഇതൊരു ഓഫറൊക്കെ പിടിച്ചോളി. ഇതിന്റെ ഒരു ഇതിലാണ് വരുന്നത്. വണ്ടി LX ആണ്, ABS വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, അതേപോലെ ബാക്ക് സെൻസർ വരുന്നുണ്ട്. സെൻസർ ഭാഗം കാണിച്ചെടുക്കാം. സെൻസർ നോക്കിയാൽ കമ്പനി വരുന്ന സെൻസറാണ് നിക്കണേ. നമുക്ക് ലാസ്റ്റ് ഒരു 98 റുപ്യ എടുത്താൽ ഈ വണ്ടി ഞാൻ കൊടുക്കാം. 98 റുപ്യക്ക് നിങ്ങൾ കൊടുക്കും? ഈ വണ്ടി നമുക്ക് കൊടുക്കാം. 98 റുപ്യ. ഡിക്കി, ടയർ. ഞാൻ ഒറ്റ മോഡലിൽ കണ്ടാണെങ്കിൽ ആരായാലും അഡ്വാൻസ് ഇട്ടാൻ പോകും. അജാതി വണ്ടി, നല്ല അടിപൊളി വണ്ടി. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു പണി എടുക്കാണ്ട് ആവശ്യമില്ല. അപ്പൊ സാലിക്ക ആയ കാലത്ത് കളിച്ചിന് നല്ല കിളിക്കുഞ്ഞു വണ്ടി. നമുക്കൊരു ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയൊരു വണ്ടി കൂടിയാണ്. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ നമുക്ക് വണ്ടി ചെയ്ത് കൊടുക്കാം. 1 രൂപ മുടക്കില്ലാതെ നമുക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടാകാം. ഹായ് സുഹൃത്തുക്കളെ, നമ്മളെത്തിയിട്ടുള്ളത് കാർട്ടൺ ഗാരേജിലാണ് മക്കളെ. കിടിലൻ ഓൺ ഓഫർ മുതൽ അടുത്ത കൊല്ലത്തെ ഓഫർ വരെയുള്ളത് ഇപ്പം തന്നെ അടിച്ച് കൂട്ടിയിട്ട് കാലക്കിയിട്ടാണ് പൊട്ടിച്ച് കൊടുക്കുകയാണ് നമ്മളെ കാർട്ടൺ ഗാരേജിലെ സാലിക്കും കാക്കിയും. മക്കളെ കിടിലൻ ഓഫറാണ്. ഏകദേശം 45 വണ്ടികളോളം നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. അതിലും ഏകദേശം കയറിപ്പോയാൽ 4 ലക്ഷം റുപ്യ വരെ ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ താഴേക്കുള്ള വണ്ടികളാണ്. അപ്പൊ സാലിക്ക ആയ കാലത്ത് കളിച്ചിന് നല്ല കിളിക്കുഞ്ഞു വണ്ടി. 2008 മോഡൽ വണ്ടിയാണ്. ഇതിപ്പോ ഞാൻ ഒറ്റ മോഡലിൽ കണ്ടാണെങ്കിൽ ആരായാലും അഡ്വാൻസ് ഇട്ടാൻ പോകും. അജാതി വണ്ടി, നല്ല അടിപൊളി വണ്ടി. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു പണി എടുക്കാണ്ട് ആവശ്യമില്ല, ഒക്കെ അടിപൊളി. അപ്പൊ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നതിന് നമുക്ക് ഇത് ഓൺഷിപ്പും കാര്യങ്ങളും പറഞ്ഞാലോ. ഇത് 86 കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടിക്കുന്ന നിലവില്. അപ്പൊ ഫോർത്ത് ഓണർഷിപ്പിൽ നമ്മളെ വണ്ടി നിലവിൽ നിൽക്കണേ. നമുക്ക് ലാസ്റ്റ് ഒരു 98 റുപ്യ എടുത്താൽ ഈ വണ്ടി ഞാൻ കൊടുക്കാം. 98 റുപ്യ നിങ്ങൾ കൊടുക്കും? ഈ വണ്ടി നമുക്ക് കൊടുക്കാം. 98 റുപ്യ. ഡിക്കി, ടയർ ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. അടിപൊളി വണ്ടിയാണ്, നല്ല ബോഡിയാണ്. ഈ സബിന്റെ വേറാളാണെങ്കിൽ സബിനുള്ളതാണല്ലേ സ്പീക്കർ സബും തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല, കരിമ്പുമില്ല തുരുമ്പുമില്ല. ഓക്കെ, നല്ല സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വണ്ടി. ചെറു വണ്ടി 1 ലക്ഷത്തിന്റെ താഴേക്ക് നോക്കണവർക്ക് 98 റുപ്യക്ക് കൊടുക്കാം. ഫൈനൽ കൊടുക്കാം. ഇനി അതിലെന്തേലും നീക്കി നോക്കണെങ്കിൽ ചെറിയൊരു നീക്കങ്ങളെ ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കളെ. വലുതായിട്ടൊന്നും നിങ്ങള് കൊടുക്കാം. അപ്പൊ നമ്മളെ ഈ ഐറ്റനൊക്കെ അടിപൊളി വണ്ടി തന്നെയാണ് മക്കളെ. ആവശ്യക്കാരുണ്ടെങ്കിൽ നേരെ വിളിച്ചോളി മക്കളെ, നമ്മളുണ്ടാവും ഇവിടെ. അപ്പൊ അടുത്ത് വന്നിട്ടുള്ള പുതിയ മോഡല് 2021 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 2021 മോഡലല്ലേ? അപ്പൊ വല്ലാതെ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയൊരു വണ്ടി കൂടിയാണ്. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ നമുക്ക് വണ്ടി ചെയ്ത് കൊടുക്കാം. 1 രൂപ മുടക്കില്ലാതെ നമുക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടാകാം. 71,000 കിലോമീറ്റർ നമ്മളെ വണ്ടി ഇപ്പൊ നിലവിൽ ഓടിയിട്ടുള്ളൂ. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ബാക്ക് മരങ്ങളും ഒന്നും ഉണ്ടാവില്ല. ടയറും കാര്യങ്ങളൊക്കെ പക്കയാണ്. വണ്ടി LX ആണ്, ABS വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, അതേപോലെ ബാക്ക് സെൻസർ വരുന്നുണ്ട്. സെൻസർ ഭാഗം കാണിച്ചെടുക്കാം. സെൻസർ നോക്കിയാൽ കമ്പനി വരുന്ന സെൻസറാണ്. സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഇത് എടുക്കണോന്ന് ഇനി ഒരു പണിയില്ല, വണ്ടി ഓടിയാൽ മതി. ഓയില് അതേപോലെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറിയിട്ട് വണ്ടി ഓടിയാൽ മതി. നമുക്ക് വണ്ടി ചെയ്തു കൊടുക്കാം. നമ്മളിതിന് ആവശ്യപ്പെടുന്ന റേറ്റ് 3,30,000 റുപ്യാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും നീക്കി പോകാം, കസ്റ്റമർ ചെയ്ത് കൊടുക്കാം. 3,30,000 കസ്റ്റമർ കുറച്ചെടുക്കാം, നമുക്ക് കുറച്ചെടുക്കാം. പിന്നെ ഡീറ്റെയിൽസ് ഇതവിടെ 21 മോഡൽ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പില് 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ നല്ലൊരു ആൾട്ടോ തന്നെയാണ്. നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് ഒരു പണിയും കാര്യങ്ങളൊന്നും വരില്ല, ഒന്നും വരാല്ല. ഒക്കെ സീന നീറ്റ് ഫുൾ അടിപൊളിയാണ്. ഇതൊക്കെ ഒരു ചെറിയ ഓഫർ എടുത്തൂടെ? ഈ വിലക്ക് ഒരു ഫുൾ ടാങ്ക് അണ്ടിമാർ അടിച്ചെടുക്കാം. 3,30,000 റുപ്യക്ക് അടിച്ചെടുത്തൂടെ? അടിച്ചെടുക്കല്ലേ? അപ്പൊ മക്കളെ ഇതൊരു ഓഫറൊക്കെ പിടിച്ചോളി. ഇതിന്റെ ഒരു ഇതിലാണ് വരുന്നത്. 3,30,000 റുപ്യക്ക് ഫുൾ ടാങ്ക് അടിച്ചെടുക്കാം. അപ്പൊ ഇനി അടുത്ത വരുമ്പോ നമുക്കൊരു 11 VXi വാഗണറിലെ ഇത് ഈ VXi. പിന്നെ വേറെ വേരിയന്റ് വരുന്നത് LX സ്റ്റാർട്ടിംഗ് വരിക, പിന്നെ VXi വരുന്നുണ്ട്. അത് അതിലെന്താണ് മാറ്റം വരുന്നത്? പവറിന്റെ ആണ് മെയിൻ ആയിട്ട് മാറ്റം വരുന്നത്. മൈലേജിലും അതോ മൈലേജിലും
വണ്ടിന്റെ സിസിയിലൊന്നും മാറ്റം വരുന്നില്ല. മെയിൻ മാറ്റം വരുന്നത് പവർ വിൻഡോ, അതേപോലെ സെൻട്രൽ ലോക്ക്, അതേപോലെ ബാക്ക് വൈപ്പർ, അതൊക്കെ സെയിം വരുന്നത്. ഇതൊക്കെ ഇപ്പൊ അത് അടങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ലേ? ഫീച്ചറുള്ള വണ്ടിയാണ്. അടിപൊളിയാണല്ലോ അല്ലേ? ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണല്ലോ. ഉള്ള നല്ല വൃത്തിയുണ്ട്. അപ്പൊ ഇതും നേരത്തെ പറഞ്ഞ മാതിരി ഒന്നും നിങ്ങൾക്ക് എടുത്തു ഓടാൻ പറ്റാത്തല്ല പറയണ കേട്ടോ. ഇതൊക്കെ പറഞ്ഞാല് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ പണി എടുപ്പിച്ചാണ്ട് ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് ചാവി എടുത്താൽ നിങ്ങൾക്ക് നേരെ പെരിയിൽ പോയിട്ട് ഓടാം. പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഫുൾ ക്ലീൻ ആക്കിയിട്ടേ തരുള്ളൂ. അത് നോക്കേണ്ടത് സ്റ്റിക്കറാണ്. അത് മുമ്പ് ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ നമ്പർ പ്ലേറ്റ് നമുക്ക് IND നിർബന്ധമായിട്ട് നമ്മളിപ്പോ ചേഞ്ച് ചെയ്താണ് നമ്പർ പ്ലേറ്റ്. ഇതൊക്കെ നമുക്ക് ക്ലീൻ ആക്കി കൊടുക്കാം. ക്ലീൻ ആയി പോകുമ്പോ അതെന്താ മുമ്പത്തെ നമ്പർ പ്ലേറ്റ് വലുതായിരുന്നു, വലിയ നമ്പർ പ്ലേറ്റ്. അപ്പൊ നമ്മൾ മാറ്റിട്ട് ഇപ്പൊ IND ആക്കിയതാണ്. അപ്പൊ അതിന്റെ സ്റ്റിക്കറാണ് നമുക്ക് റെഡി ആയി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് ചോദിക്കുന്നത് 2,10,000 രൂപയാണ്. 2,10,000 നമുക്ക് എത്ര രൂപ കൊടുക്കാം? എത്ര രൂപ മുടക്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം? നമുക്കൊരു 1 രൂപ മുടക്കി, ഒരു 50 രൂപ മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കി. 50 രൂപ. അപ്പൊ അത്യാവശ്യത്തിന് ലോണും കയറും. ലോണും കയറും വണ്ടി. അപ്പൊ ഇതും നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇതിനിപ്പോ എത്ര രൂപ നമ്മൾ പറഞ്ഞേ? നമ്മൾ 2,10,000 രൂപ. 2,10,000. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി വണ്ടിയാണ്. ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ഓൺഷിപ്പിൽ വരുന്ന കുഴപ്പമില്ലാത്ത. ഇവിടക്ക് വരുമ്പോ ഫോർഡ് ഫിഗോ ആസ്പയർ അല്ലെ? അത്യാവശ്യം നല്ല മോഡലുള്ള വണ്ടി. 2016-17 മോഡലുള്ള വണ്ടിയാണ്. 16 മോഡൽ 17 രജിസ്ട്രേഷൻ. നമുക്കൊരു ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ലോണില് നല്ല അടിപൊളി നല്ല സെഡാൻ ടൈപ്പ് വണ്ടികൾ നോക്കണവർക്ക് കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരുന്ന ഒരു വണ്ടിയാണ് ഇത്. ഫോർഡ് സ്വിഫ്റ്റ് ആസ്പയർ. നല്ല AC കൂളിംഗ് ആണ്. അതേപോലെ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്. അതേപോലെ ഇപ്പൊ നിലവിലെ ഐഫൊക്കെ ആകായത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി. സെക്കൻഡ് ആയിട്ടുള്ളൂ 74,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല ബോഡി ക്വാളിറ്റി ആണ്. ജെന്യുവൻ ഓട്ടോ ആണ്. ജെന്യുവൻ ഓട്ടാണ്. തട്ട് മുട്ടൊന്നുമില്ല. പറഞ്ഞ് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളും ഇന്റീരിയർ വണ്ടി തന്നെയാണ്. ടയർ ഭാഗം അത്യാവശ്യം വൃത്തിയുണ്ട്. നല്ല വണ്ടി തന്നെയാണ്. അടിപൊളി. ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ടേ 2,40,000 രൂപയൊക്കെ കൊടുക്കാം. 2,40,000 നമുക്ക് കൊടുക്കാം. അതില് ഒന്ന് കുറേച്ച് വിളിക്കരുത് കസ്റ്റമർ. ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് കസ്റ്റമറിന് വണ്ടി കൊടുക്കാം. 2,40,000 രൂപ. അതും ഫുൾ ലോണിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വണ്ടി നമുക്ക് ഇറക്കാം. ഇറക്കി കൊണ്ടുപോകാം. ഫോർഡ് ഫിഗോ ആസ്പയർ നോക്കി ഇറക്കണവർക്ക് നല്ല അടിപൊളി വണ്ടിയാണ്. അടിക്കും സെഡാൻ ടൈപ്പ് ഒക്കെ നോക്കി ഇറക്കണവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. നല്ലൊരു ഫുൾ ലോണിലെ ഫുൾ ലോണിൽ നമുക്ക് വണ്ടി ചെയ്ത് കൊടുക്കാം. അടുത്ത വന്നിട്ട് നല്ലൊരു വാഗണർ തന്നെയാണ്. വീണ്ടും 2012 മോഡലാണ്. സെയിം ഓപ്ഷൻ നമ്മൾ നേരത്തെ കണ്ട അതേ വണ്ടിന്റെ അതേ ഓപ്ഷൻ. VXA 11 ഇത് 12 മാറ്റുള്ളൂ. VXA വണ്ടി നമുക്ക് നിലവിൽ വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പ് നിലവിലായിട്ടുള്ളൂ. പിന്നെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ 1,10,000 കിലോമീറ്റർ നമ്മളെ വണ്ടി നിലവിൽ ഓടിയത്. പിന്നെ ആ ഭാഗത്തും കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. സീറ്റ് കവർ ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്, ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. അത്യാവശ്യം ക്ലീൻ ആൻഡ് വൃത്തിയുള്ള വണ്ടിയാണ്. ഫ്രണ്ട് ഭാഗം കാണിച്ചിട്ടാ മക്കളെ കേറേണ്ടി ഇരുന്നാ മതി. വണ്ടി വൃത്തിയുള്ള വണ്ടി കേട്ടോ. അടിപൊളി വണ്ടി. അടിപൊളി പറഞ്ഞാൽ കിളിക്കുഞ്ഞു വണ്ടി. അപ്പോ ഇതും നമുക്ക് VXA തന്നെ വരുന്നല്ലേ? വണ്ടി നമുക്ക് ഒരു 2,00,000 രൂപ വണ്ടി നമുക്ക് കൊടുക്കാം. 2,50,000 നമുക്ക് വണ്ടി കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. എന്തൊരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ലോൺ എത്ര മുടക്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം? നമുക്കൊരു 2,20,000 ഒക്കെ ലെവലിൽ നമുക്ക് വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാം. അപ്പൊ എത്ര മുടക്കേണ്ടി വരും? 10-20 രൂപ മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 20 രൂപ മുടക്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കി വണ്ടി ഇറക്കാം. നമുക്ക് മക്കളെ നോക്കി നിൽക്കണ്ട, വേഗം പോന്നോളി. പാണായി. അടുത്ത വന്നിട്ട് വീണ്ടും ഒരു വാഗണർ തന്നെ. വാഗണറിന്റെ ചാകര സോളോ ഡ്രൈവ് വണ്ടിയാണ്. ഓക്കെ. അടുത്ത വന്നിട്ടുള്ളൊരു കരിമ്പുലി, ചീറ്റപ്പുലി, പുള്ളിപ്പുലി അറിയപ്പെടുന്ന സ്വിഫ്റ്റ് ഡിസയർ കരിമ്പുലി. ഇത് 2009 ആണ്. 29 വരെ പേപ്പറുള്ള വണ്ടിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒരു അലോയിലും ടയറൊക്കെ ചെയ്ത വണ്ടിയാണ്. അടിപൊളി. അത്യാവശ്യത്തിന് അലോയി ഒക്കെ ചെയ്തൊരു വണ്ടി. ഇപ്പൊ നിലവിലുള്ള സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 96,000 അല്ല, 1,00,000 അടുത്ത് ഓടിച്ചിട്ടുണ്ട്. 10 അടുത്ത് വണ്ടി ഓടിച്ചിട്ടുണ്ട്. അത്യാവശ്യം സീറ്ററും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ടച്ച് സ്ക്രീന്, മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അത് ഡീസലാണ് വണ്ടി വരുന്നത്. വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത്. അത്യാവശ്യം ഒക്കെ ഉള്ള ഒരു ഫീച്ചറുള്ള വണ്ടി തന്നെയാണ്. നമുക്കിത് 10 രൂപ കൊടുക്കാം. ഈ വണ്ടി നമ്മൾ ചോദിക്കണ 2,10,000 രൂപയാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് മട്ടം പോലെ കസ്റ്റമർ നമുക്ക് കൊടുക്കാം. ലോൺ കിട്ടുമോ? ലോൺ നമുക്ക് ഈ വണ്ടിക്ക് ഒരു ഉറുപ്പിക ലെവൽ ചെയ്യാം. ഫിനാൻസ് നമുക്ക് ഉറുപ്പിക ചെയ്യാം. ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടെ. പിന്നെ അടുത്തതായിട്ട് ചോദിച്ചു 2016 മോഡല് എൻക്വയറീസ് വരുന്ന ഒരു വണ്ടിയും കൂടിയാണ് അവളെ ലീവാ നല്ല എൻക്വയറിയുള്ള വണ്ടി. 2016 മോഡലാണ്. 17 റേസറുള്ള വണ്ടിയാണ്.
പിന്നെ നിലവിലിപ്പോ 3ാമത്തെ ഓണർഷിപ്പാണ്. 96,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കേരള വണ്ടിയല്ല, റീ രജിസ്റ്റർ വണ്ടിയാണ്. ഇപ്പൊ നിലവില് മലപ്പുറം RT ഓഫീസറാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പൊ അതൊന്നും കാര്യങ്ങളൊന്നും പറയല്ല. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. പിന്നെ റീവണ്ടി പൊതുവെ മാറുന്ന വണ്ടികൾ ഉണ്ട് കുറെ. മെയിൻ ക്ലാസ് മാറി, അത് ആ കൂട്ടത്തിൽ ഇതും മാറിയിട്ടുണ്ട്. ഫ്യൂൽ പെട്രോൾ ഇപ്പൊ നമ്മുടെ വണ്ടി G വേരിയന്റ് ആണ് വണ്ടി. പവറിന്റെ വരും, മ്യൂസിക് സിസ്റ്റം വരും, അതേപോലെ പവർ സ്റ്റിയറിംഗ്, AC, 4 ഡോർ പവർ വിൻഡോ, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ, സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്ന നല്ലൊരു വണ്ടിയാണ്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുത്താലോ? ഇത് നമുക്കൊരു 300 റുപ്യ ലാസ്റ്റ് കിട്ടിയ വണ്ടി കൊടുക്കാം. 3.5 ലക്ഷം റുപ്യ കൊടുക്കാം. 300 റുപ്യ ലാസ്റ്റ് കിട്ടി നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 17 ലീവ, 2016-17 ലീവ് കേട്ടോ. ഇപ്പൊ നിലവിലായിട്ടുള്ളൂ. 90,000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓഫർ ആയിട്ട് നമുക്ക് 3 ലക്ഷം റുപ്യക്ക് ഫൈനലായിട്ട് ഈ വണ്ടി കൊടുക്കാം. 3 ലക്ഷം റുപ്യ നമുക്ക് വണ്ടി. അടുത്തത് വരുന്നത് SS4 ആണ്, 2011 മോഡല്. എങ്ങനെ നീളം വലിപ്പുള്ള സഡാനി, നീളം വലിപ്പൊക്കെ ഉണ്ട് വണ്ടി. നല്ല വീതി, നല്ല വിസ്താരമുള്ള ഡിക്കും കാര്യങ്ങളൊക്കെ ഒരാൾക്ക് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഡിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരാൾക്ക് കടന്നിറങ്ങാൻ പറ്റണ ഡിക്കുള്ളത്. നിലവിൽ നമുക്ക് വണ്ടിന്റെ ഓണർഷിപ്പ് പറയുന്നത് 4th ആണ്. നമ്മൾ വണ്ടി ഓടിച്ചിട്ട് 134 പിന്നെ വണ്ടി 2011 മോഡലാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. 1 ലാഖിന്റെ അടുത്തൊക്കെ ലോൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം? അപ്പൊ നമ്മൾ ചോദിക്കണേ 2,10,000 റുപ്യാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം. നല്ല വൃത്തിയുള്ള ക്ലീൻ പീസ് വണ്ടിയാണ്. കൊടുക്കാം. ഓക്കെ. ഉള്ളും കാര്യങ്ങളും കാണിച്ചിട്ട് നല്ല വൃത്തിയുണ്ട്. ആയാലും എല്ലാ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. വൃത്തിയുള്ളൊരു വണ്ടിയാണ്. 4 വിൻഡോ പവർ വിൻഡോ വരും, അതേപോലെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. ഗോൾഡിലൊരു വണ്ടിയാണ്. അപ്പൊ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കി. അപ്പൊ നമ്മളെ യാർഡ് ഇപ്പൊ വരുന്നത് മലപ്പുറം മഞ്ചേരി റൂട്ടില് പാണായി എന്ന സ്ഥലത്താണ്. നേരെ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ നമ്മളെ യാർഡ് വരുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ അടുത്ത് വണ്ടി ഒരുപാട് വണ്ടി ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുന്നതാണ് അത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ. വണ്ടി എന്ന മോഹമായി നടക്കുന്നവർക്ക് കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരുന്ന ഒരു വണ്ടി. നല്ലൊരു വണ്ടി അല്ലെ. 2007 മോഡലാണ്. മോഡൽ ഉണ്ടേനും പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആയി വണ്ടി ആയിട്ടുള്ളൂ. കൂടുതലൊന്നും പോയിട്ടില്ല. 69,000 കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു കിളിക്കുട്ടിക്ക് നമ്മളിഞ്ഞ് ലേഡീസിന് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഓഫർ പ്രൈസ് ആണ് പറഞ്ഞു. നമ്മൾ ചോദിക്കണം ഇപ്പൊ 3,40,000 രൂപയാണ്. നമ്മൾ കസ്റ്റമർ നമുക്ക് കുറച്ച് കൊടുക്കാം, ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം ഈ വണ്ടി അല്ലെ. ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് വന്നിട്ടുള്ള സാധാരണക്കാർക്ക് പറ്റിയ നല്ല കിടില അടിപൊളി വണ്ടിയാണ്. 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 5 കൊല്ലം പേപ്പറും ഉണ്ട്, 1 ഇയർ ഇൻഷുറൻസും ഉണ്ട്. അതും സിംഗിൾ ഓണർ 2011 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ഒമ്നി. അങ്ങനെ 1,65,000 കിലോമീറ്റർ ഓടിക്കുന്നതില് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പേടിക്കാനല്ല. അതന്നെ ഇനിയിപ്പോ ചോദിച്ചു തന്നവരുണ്ടാവല്ലോ സിംഗിൾ ഓണർഷിപ്പിൽ ഏതെങ്കിലും ഒമ്നി ഉണ്ടോ എന്നുള്ളത്. നമുക്ക് 10 രൂപ കൊടുക്കാം. ഇത് നമ്മൾ ചോദിക്കണേ 1,80,000 രൂപയാണ്. 1,80,000 രൂപ. നമുക്ക് പിന്നെ വീഡിയോ കണ്ടു വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഓഫർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. കറക്റ്റ് മാരുതി സർവീസ് ഉള്ള വണ്ടിയാണ്. മാരുതി സർവീസ് എല്ലാ 10,000 സർവീസ് മാരുതി ചെയ്ത വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ഉള്ള ഒരു വാഹനമാണ് നമ്മളെ ഈ വണ്ടി. കണ്ണൂർ രജിസ്ട്രേഷൻ കിടക്കുന്ന ഈ വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? നമുക്ക് വീഡിയോ ഓഫർ നമ്മൾ ചോദിക്കുന്ന 1 രൂപയാണ്. നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുക്കാം. 1,00,000 ഓണർഷിപ്പിൽ മൈലേജ് പറയുന്നുണ്ട്. അപ്പൊ മൈലേജ് ഒക്കെ എത്രത്തോളം കിട്ടും? നമുക്ക് മൈലേജ് നമുക്ക് 24 പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ ഓടിക്കുന്ന അനുസരിച്ചാണ് അതിലേറെ കിട്ടും. 24 എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ക്വാളിറ്റിയുള്ള വണ്ടി, തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ 2015 ഇപ്പൊ ഈ പറഞ്ഞ 2011 നമുക്ക് 2011 നമുക്ക് ലോൺ ഒരു 80% കൊടുക്കാം. നമുക്ക് 2015 ഫുൾ ലോൺ തന്നെ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. വണ്ടിക്കൊക്കെ അധികം ഫുൾ ലോൺ ഉണ്ട്. ഒമ്നി ഒഴിച്ച് ബാക്കിയുള്ള വണ്ടിയൊക്കെ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. റോട്ടിലെ കപ്പല്, റോട്ടിലെ ഡീസലാണ്. നല്ല മൈലേജ് കിട്ടും. 24 അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡസ്റ്റർ 85 ആണ്. അത് നമ്മൾ പ്രത്യേകം എടുത്ത് വരണം. 2 എഞ്ചിൻ വരുന്നുണ്ട്, 1 ടണ്ണും വരുന്നുണ്ട്, 85 വരുന്നുണ്ട്. സുഖമായിട്ടൊരു 4 ആക്കി ബാക്കിലിരിക്കാം. നോക്കിയാ നല്ല സ്പേസ് വണ്ടിയിലുണ്ട് അല്ലേ. അടിപൊളി വണ്ടിയാണ്. നമുക്ക് ഡിക്കി ഭാഗം കാണിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചോദിക്കണേ വെറും 78 റുപ്യുള്ളൂ. 78 രൂപ കൊടുക്കാം. 78 രൂപ വണ്ടി കൊടുക്കാം. വെറും 78 വണ്ടി നമുക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. തട്ടില്ല, മുട്ടില്ല, ഒന്നുമില്ലാത്ത വണ്ടിയാണ്.
അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പാണായി കാർട്ടൻ ഗാരേജിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഏകദേശം 10-32 വണ്ടികളാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താനുള്ള സുഹൃത്തുക്കളെ. ഇന്നത്തെ ഡേറ്റ് ആഗസ്റ്റ് 16 ശനിയാഴ്ചയാണ് മക്കളെ. അപ്പൊ ഇന്നത്തെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് സാധിക്കാനായിട്ട് ചോദിച്ചേക്കാം. സുഹൃത്തുക്കളെ, ഏകദേശം 10-22 വണ്ടികളും ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താണ്ട്. ആദ്യം നമുക്ക് സാധിക്കാം, ആദ്യം നമുക്ക് ബെനച്ച് തുടങ്ങല്ലേ? ആൾട്ടോ തുടങ്ങാം. എന്നാ ഈ പുലിക്കുടി തുടങ്ങിക്കോളി. 13 മോഡൽ ആൾട്ടോണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കട്ടുമുട്ട് അപാധകളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. സീറ്റ് കവർ ഉണ്ട്, അതേപോലെ ഫോർമാറ്റ് സെറ്റ്, ആൻഡ്രോയിഡ് സിസ്റ്റം ഇല്ല, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. പിന്നെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2013 മോഡല്. ഉള്ള കാണിച്ചെടുക്ക. നമുക്ക് 10 രൂപ കൊടുക്കാം. ഇത് നമ്മൾ ചോദിക്കണേ 1,80,000 രൂപയാണ്. 1,80,000 രൂപ. നമുക്ക് പിന്നെ വീഡിയോ കണ്ടു വിളിച്ചു എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഓഫർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് വന്നിട്ടുള്ള സാധാരണക്കാർക്ക് പറ്റിയ നല്ല കിടില അടിപൊളി വണ്ടിയാണ്. 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. പുതിയ പേപ്പർ എടുത്ത 5 കൊല്ലം പേപ്പറും ഉണ്ട്, 1 ഇയർ ഇൻഷുറൻസും ഉണ്ട്. 1,14,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വണ്ടിയിലെ നല്ല കിളിക്കുഞ്ഞ് മിയാ വണ്ടി. ഈ കവറും കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഉൾഭാഗം കാണിച്ചെടുക്കും. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, നല്ല ക്ലീൻ ആയ വൃത്തിയുള്ള വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? നമുക്ക് വീഡിയോ ഓഫർ നമ്മൾ ചോദിക്കുന്ന 1 രൂപയാണ്. നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുക്കാം. 1,00,000 രൂപ അതിൽ നമുക്ക് അതിൽ കുറച്ചെടുക്കാം. നമുക്ക് ഓണം ഓഫറേക്കാണ് കൊടുക്കാം. ഒമ്നിവാ. അടുത്തത് നമ്മളെ ബിസിനസ് കാര്യത്തിന് അല്ല, നമ്മളെ എന്താ പറയാ, എന്തെങ്കിലും ജോബ് അതിന് നമ്മളെ സാധനങ്ങൾ കൊണ്ടെടുക്കാൻ അങ്ങനെ ട്രാൻസ്ഫറിങ്. അത് സിംഗിൾ ഓണർ 2011 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ഒമ്നി. അങ്ങനെ 1,65,000 കിലോമീറ്റർ ഓടിയിട്ടില്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അത് പേടിക്കാനല്ല. അതന്നെ ഇനിയിപ്പോ ചോദിച്ചു തന്നവരുണ്ടാവല്ലോ സിംഗിൾ ഓണർഷിപ്പിൽ ഏതെങ്കിലും ഒമ്നി ഉണ്ടോ എന്നുള്ളത്. LPG ഗ്യാസ് അങ്ങനെ കയറ്റുന്ന സംവിധാനം ഉണ്ടോ? ഇത് ഗ്യാസ് ഉണ്ട്. ഗ്യാസും പെട്രോളും പാടിയും കൂടിയതാണ് അല്ലേ? അപ്പൊ അത് 5 സീറ്റ് വണ്ടി കേട്ടോ. 5 സീറ്റ് വണ്ടി. നമുക്ക് ഉള്ളൊക്കെ കണ്ടോക്കാം. അല്ലേ, നിങ്ങളെ ബിസിനസ് ആവശ്യത്തിന് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷനൊക്കെ പറ്റിയ നല്ല കീഴിലുള്ള നല്ല വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. തുരുമ്പും കരിമ്പൊന്നുമില്ല. നല്ല വണ്ടിയാണ്. കരിമ്പില്ല തുരുമ്പില്ല. നോക്കിക്കോളി നല്ല വണ്ടിയാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കണ വില 1 രൂപ ചോദിക്കണം. 1,00,000 രൂപ. അതിലെന്തെങ്കിലും നമുക്ക് വീഡിയോക്കാർക്ക് കുറച്ച് കൊടുക്കാം. നല്ല അടിപൊളി വണ്ടിയാണ്. നിങ്ങൾക്ക് ഇതിമ ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്യാല്ലോ. അടുത്ത വന്നിട്ട് നമുക്ക് രാജകുമാരന്റെ എന്താ പറയാ, മന്ത്രി അങ്ങനെ പറയാം. 2011 ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി ബീറ്റ്. ഇത് 3ാമത്തെ ഓണർഷിപ്പിൽ മൈലേജ് പറയുന്നുണ്ട്. അപ്പൊ മൈലേജ് ഒക്കെ എത്രത്തോളം കിട്ടും? നമുക്ക് മൈലേജ് നമുക്ക് 24 പ്രതീക്ഷിക്കാം. പിന്നെ നമ്മ ഓടിക്കുന്ന അനുസരിച്ചാണ് അതിലേറെ കിട്ടും. 24 എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ചെറിയ റേറ്റ് ചോദിക്കണുള്ളൂ. എത്ര രൂപ കൊടുക്കുക? ഇത് നമ്മൾ ചോദിക്കണേ വെറും 78 രൂപയുള്ളൂ. 78,000 രൂപ കൊടുക്കാം. 78 രൂപ വണ്ടി 78 കൊടുക്കാം. നമുക്ക് വെറും 78 വണ്ടി നമുക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. തട്ടില്ല, മുട്ടില്ല, ഒന്നുമില്ലാത്ത വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. ബാക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫ്രണ്ടും കാണിച്ചു തരാം. വെറും 78. ചെറുതൊക്കെ എന്തെങ്കിലും ചെയ്തെടുത്തൂടെ? ചെറുതായിട്ട് നമുക്ക് കുറച്ചെടുക്കാം. എന്തെങ്കിലും ഓൺ ഓഫറിലാണ് കൊടുക്കാം. വീഡിയോ കണ്ടാണ് കൊടുത്തോളി. അടുത്തത് റോട്ടിലെ കപ്പല്. റോട്ടിലെ ഡീസലാണ്. നല്ല മൈലേജ് കിട്ടും. 24 അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡസ്റ്റർ 85 ആണ്. അത് നമ്മൾ പ്രത്യേകം എടുത്തു വരണം. 2 ഇഞ്ചും വരുന്നുണ്ട്, 1 ടണ്ണും വരുന്നുണ്ട്, 85 വരുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള വണ്ടി 85 ആണ്. നല്ല മൈലേജ് ഉള്ള വണ്ടി. രണ്ടിലും മാറ്റം എന്താണ്? രണ്ടിലും മാറ്റം പറഞ്ഞാല് മൈലേജിൽ മാറ്റമുണ്ട്, പവറിലും മാറ്റമുണ്ട്. പിന്നെ മാറ്റങ്ങളുണ്ട്. നമുക്ക് അറിയുന്ന മാറ്റങ്ങൾ അതാ ഉള്ളത്. പിന്നെ ഡീസലാണ്. ഇപ്പൊ നിലവില് 4ാമത്തെ ഓണർഷിപ്പിലാണ് നമ്മളെ വണ്ടി ഇറക്കണേ. എത്ര ഓട്ടോ ഓട്ടം 1,20,000 കിലോമീറ്റർ ജെനുവിൻ ഓട്ടാണ്. ഡീസൽ ഓട്ടാണ്. 4 അലോയ് ഉണ്ട്. കാണിച്ചു കൊടുത്ത് നമ്മളെ അലോയ് അടിപൊളി അലോയ് ഉണ്ട്. 4 അലോയ് ഉണ്ട്. ആ ടയർ കുറച്ച് കമ്മി ഉണ്ട്. നമുക്ക് കസ്റ്റമറിനെ നമ്മളെ കസ്റ്റമർക്ക് മാറ്റി കൊടുക്കാം. വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേകം മാറ്റി കൊടുക്കാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും
തിരക്കില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. വണ്ടി ലോക്കാണല്ലേ, ഞാൻ ചായ എടുത്തോണ്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പം ഉൾഭാഗം കാണിച്ചു കൊടുക്കാം. കാട്ടി കൊടുക്കാം. ഓക്കെ ഓക്കെ. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്, അതേപോലെ സ്റ്റിയറിംഗ് കവർ ഉണ്ട്, ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്, അത്യാവശ്യം അടിപൊളി മാറ്റ് ഉണ്ട് വണ്ടി. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മാറ്റാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. നല്ല അടിപൊളി സീറ്റ്. ബാക്ക് കാണിച്ചു കൊടുത്താ സുഖമായിട്ടൊരു 4 ആക്കി ബാക്കിലിരിക്കാം. നോക്കിയാ നല്ല സ്പേസ് വണ്ടിയിലുണ്ട് അല്ലേ? അടിപൊളി വണ്ടിയാണ്. നമുക്ക് ഡിക്കി ഭാഗം കാണിച്ചു കൊടുക്കാം. നമുക്കൊരു ആനക്കുട്ടിനെ ഇതിൽ കൊള്ളും. അതെ, അതിനുള്ള സ്ഥലത്തിനുള്ളിലുണ്ട് അല്ലേ? 2013 മോഡൽ ഈ ഡസ്റ്റർ നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഡസ്റ്റർ നമുക്കൊരു 3,27,000 രൂപ കൊടുക്കാം. 3,4 ലക്ഷം രൂപ കൊടുക്കാം. നമുക്ക് 3,4 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. എന്തെങ്കിലും പൊട്ടിച്ച് കൊടുക്കട്ടെ. എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. നമ്മളെ കസ്റ്റമർ എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളെ ഹോണ്ട ജാസ് 2016 വണ്ടി, ഡീസൽ വണ്ടിയാണ്. അടിപൊളി വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. വെറും 86,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത്യാവശ്യം നല്ലൊരു വണ്ടി, സീറ്റ് കവറും കാര്യങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ, അതേപോലെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം ഒരു അലൈവ് ഉണ്ട്, 4 ടയർ അലൈവ് ഉണ്ട്. അലൈവ് കാണിച്ചെടുത്താ 4 ടയറിന് അലൈവ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ, ഒരു 50% ടയറും ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം എന്താ പറയാ, ഇതും മൈലേജിന്റെ രാജകുമാരൻ എന്ന് നമുക്ക് പറയാം. അത്യാവശ്യം മൈലേജ് കിട്ടും. രാജകുമാരൻ വരാൻ കിടക്കണുള്ളൂ. പക്ഷെ ഇതാണ് ഇപ്പൊ ഹോണ്ടയിൽ നിലവിലൊരു രാജകുമാരൻ അതുണ്ട്. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടും. എത്ര മൈലേജ് ഒക്കെ കിട്ടും? ഇത് നമുക്ക് 24 എന്തായാലും പ്രതീക്ഷിക്കുക വണ്ടിക്ക്. അത് പിന്നെ ലോണിന്റെ സംഭവങ്ങളില്ലേ? നമ്മളിപ്പോ ഈ പറഞ്ഞ വണ്ടിക്കൊക്കെ അധികം ഫുൾ ലോൺ ഉണ്ട്. ഒമ്നി ഒഴിച്ച് ബാക്കിയുള്ള വണ്ടിയൊക്കെ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അത് പറയാൻ മറന്നുല്ലേ, ഫസ്റ്റ് പറയണേനു. പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണ വില അത്ര 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയ്ക്ക് ജാസ് കൊടുക്കാം. ഈ വണ്ടി എന്ന് വെച്ചാൽ 5 ലക്ഷം 5.25 ലക്ഷത്തിന്റെ അടുത്ത് ലോണ് നിങ്ങൾക്ക് വണ്ടിക്ക് ഇറങ്ങണം. കൈക്ക് ഒരു എന്താ പറയാ 65 രൂപ 70,000 രൂപന്റെ അടുത്ത് കൈക്ക് കിട്ടും. 70,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ്. കസ്റ്റമർ ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ മാർക്കറ്റിൽ വില കുറച്ച് നമ്മൾ ഈ വണ്ടി കൊടുക്കും. ഈ വണ്ടിക്ക് എത്ര രൂപയ്ക്ക് ഇറക്കാം? ഈ വണ്ടി നമുക്കൊരു 4 റുപ്യക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ലോൺ എത്ര രൂപയ്ക്ക് ഇറക്കാം? ലോൺ നമുക്ക് 5.25 വരെ നമുക്ക് കിട്ടും. ലോൺ 4 മതിയാവും. 4.5. അപ്പോൾ നമുക്കൊരു 65 റുപ്യന്റെ അടുത്ത് നമുക്ക് കൈ കിട്ടും. കിട്ടും. അപ്പൊ അടുത്തത് സംശയമില്ലാതെ കിട്ടും. 2016 സെലറി ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടിയാണ്. ലേഡീസിന് പൊടിച്ചിറങ്ങൽക്കൊക്കെ കൊണ്ടിറക്കാൻ പറ്റിയ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഔലോസ് വണ്ടിയാണ്. VX ആയിട്ട വണ്ടി, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. കിളിക്കുട്ടി വണ്ടിയാണ്. VX ആട്ടോ, കിളിക്കുട്ടി വണ്ടി. ഓട്ടോമാറ്റിക് AMT ആട്ടോ ഓട്ടോമാറ്റിക് വരുന്നത്. മീറ്റർ കാണിച്ചെടുക്ക്. മീറ്റർ കാണിച്ചത് അത്യാവശ്യം തിരക്കില്ലാത്തൊരു വണ്ടിയാണ്. 1,29,000 കിലോമീറ്റർ ഓടിച്ചിട്ട് കറക്റ്റ് മാരുതി സർവീസുള്ള വണ്ടിയാണ്. എല്ലാ 10,000-നും സർവീസ് മാരുതിന് ചെയ്ത വണ്ടിയാണ്. കറക്റ്റ് സർവീസുള്ള ഒരു വാഹനമാണ് നമ്മളെ ഈ വണ്ടി. കണ്ണൂർ രജിസ്ട്രേഷൻ കിടക്കുന്ന ഈ വണ്ടിയാണ്. കണ്ണൂരിൽ L13. അപ്പൊ ഈ കിളിക്കുട്ടിക്ക് നമ്മളിഞ്ഞ് ലേഡീസിന് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഓഫർ പ്രൈസ് പറഞ്ഞു. നമ്മൾ ചോദിക്കണം ഇപ്പൊ 3,40,000 രൂപയാണ്. നമ്മൾ കസ്റ്റമർ നമുക്ക് കുറച്ച് കൊടുക്കാം, ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം ഈ വണ്ടി അല്ലെ? ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. ഫുൾ ലോൺ നമുക്ക് കയറ്റി കൊടുക്കാം. ഈ വണ്ടിക്ക് ഫുൾ ലോൺ വണ്ടിക്ക് നമുക്ക് ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. അപ്പൊ മക്കളെ വീഡിയോ കണ്ടു വിളിച്ചു നോക്കി നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്ക് ചെയ്തും കൊടുക്കാം. നമ്മൾ പറഞ്ഞ റേറ്റിൽ നമുക്ക് അതേ വേരിയന്റിൽ പുതിയൊരു സാധനമാണ് നമ്മൾ ഈ നാനോ. അതിനാറെ ചെറിയ വണ്ടി നോക്കണവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് തന്നെയാണ്. ഓട്ടോമാറ്റിക് നാനോ ആണ് അല്ലെ? ഓട്ടോമാറ്റിക് നാനോ 2015. ഓൽക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്താക്കാം, ചെറിയ വിലക്കുള്ള വണ്ടി. ചെറിയ വിലക്കുള്ള വണ്ടി. ഇതും ഏകദേശം എത്ര മോഡല്? ഇത് 2015 പെട്രോൾ ആണ്. വെറും 46,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 46,000 കിലോമീറ്റർ മാത്രം ഓടിച്ചിട്ട് ഓണർഷിപ്പ് എത്ര അറിയോ? സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പില് മക്കളെ ഓക്കെ. ഇവർക്ക് തിരക്കില്ലാത്ത വണ്ടിയാണ്. അതിന്റെ ഗിയർ നോബൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ ഉഷാറാക്കി നിങ്ങൾക്ക് തരാം. ഉഷാറാക്കി കൊടുക്കാം. അതിന് നിങ്ങൾ പേടിച്ചണ്ട. മെക്കാനിക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കംപ്ലൈന്റ് നല്ല അടിപൊളി വണ്ടിയാണ്.
അടിപൊളി വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ലേഡീസിന് അങ്ങനത്തെ വണ്ടി കൊണ്ടിറക്കാൻ പേടിയാണെങ്കിൽ ഇതാ ചെറിയ വണ്ടികളും ഇവിടെ ലഭ്യമാണ്. ഓട്ടോമാറ്റിക്കലാണ് തരുന്നത്. അപ്പൊ മാനുവലിന്റെ പേടി പേടിച്ചാനുമില്ല. ഇത് എത്ര റുപ്യക്ക് നമുക്ക് കൊടുക്കാം? ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് 1,39,000 റുപ്യ കൊടുക്കാം. 1,39,000 റുപ്യക്ക് കൊടുക്കാം നമുക്ക്. 2015 ഓട്ടോമാറ്റിക് വാഹനം. ഇന്നലെ വരെ ഇതിന് 1,00,000 റുപ്യ നമ്മളെ വീഡിയോക്ക് വേണ്ടിട്ട് ഓഫർ ആയിട്ട് കൊടുക്കാം നമ്മൾ ഈ വണ്ടി. 1,39,000 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. സംശയം ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള വണ്ടിയാണ്. നമുക്കൊരു 60-65-66% ഇതിലുണ്ട് കേട്ടോ. ടയറുണ്ട്. ഡിക്കൊക്കെ വരാണെങ്കിലും അടിപൊളി ഡിക്ക് തന്നെയാണ്. ഡിക്ക് ഓപ്പൺ ഉള്ള വണ്ടി കേട്ടോ. ഡിക്ക് ഓപ്പൺ ആണ്. ബാക്ക് ഡിക്ക് ഓപ്പൺ ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതവിടെ പിന്നെ ടയറ് പിന്നെ എങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇതാണ് ഒരു ഓവറോൾ ലുക്ക് വരണേ. അപ്പൊ ഇനി നാനോ ഓട്ടോമാറ്റിക് ചോദിച്ചെടുക്കുന്നവർക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത പെട്ടെന്ന് വിറ്റ് പോകുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക്. നാനോ ലേഡീസ് പഠിച്ചിറങ്ങുന്നവർക്കൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും യൂസ് ചെയ്യാം. എല്ലാവർക്കും കോമൺ ആയിട്ട് നല്ലൊരു എന്താ പറയാ ഒരു സിറ്റി ഡ്രൈവിന് പറ്റിയ വണ്ടിയാണ്. എന്തായാലും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ കൊണ്ടുവരാനൊക്കെ നല്ലൊരു സുഖമുള്ള വണ്ടിയാണ് അല്ലേ. അത് അടുത്തത് വരുമ്പോ ഇനി മാനുവൽക്കാണ് വരുന്നത്. അടുത്ത് മാനുവലാണ്. 2007 വണ്ടി ജെന്നസ്റ്റിലാണ്. പെട്രോൾ വണ്ടിയാണ്. അപ്പൊ ചെറുവിലക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. നടക്കുന്നവർക്ക് പറ്റിയൊരു നല്ലൊരു വണ്ടിയാണ്. ഇപ്പൊ ഈ മഴക്കാലത്ത് ഒരു ചെറുവണ്ടി തെരഞ്ഞെടുക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ. ചെറുവണ്ടി എന്ന മോഹമായി നടക്കുന്നവർക്ക് കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരുന്ന ഒരു വണ്ടി. നല്ലൊരു വണ്ടി അല്ലെ. 2007 മോഡലാണ്. മോഡൽ ഉണ്ടേനും പിന്നെ സെക്കൻഡ് ഓൺഷിപ്പ് ഈ വണ്ടി ആയിട്ടുള്ളൂ. കൂടുതലൊന്നും പോയിട്ടില്ല. 69,000 കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടിയിട്ടുള്ളൂ. പേടി പേടിച്ചാല കൊറേ ഓടിക്കണെന്നുള്ള പേടി പേടിച്ചാല. നല്ല വണ്ടിയാണ്. കറക്റ്റ് നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്ന വണ്ടിയാണ്. 2 ഡോർ പവറിന്റെ വരും, AC വരും, പവർ സ്റ്റിയറിംഗ് വരും. എന്ത് വേണം മുത്ത് മഞ്ഞാളെ മതിയല്ലോ. ഡിക്കി സ്പേസ് കാണിച്ചിട്ടുണ്ടോ? ഡിക്കി സ്പേസിൽ ഒരാൾക്ക് കടന്നിറങ്ങി വണ്ടിയാണ്. പിന്നെ നമ്മളെ വണ്ടിക്ക് കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മള് വൃത്തിയാക്കിയിട്ടില്ല. വൃത്തിയാക്കി കഴിഞ്ഞാൽ വില കൂടും. നമുക്ക് കസ്റ്റമർ ഓഫർ പ്രൈസിൽ കൊടുക്കാന്ന് കരുതിയിട്ടാണ് വണ്ടി ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നിർത്തിയിട്ടുള്ളത്. അങ്ങനല്ല, നമുക്ക് പണി എടുത്തിട്ടും കൊടുക്കാം, പണി എടുക്കാതെയും കൊടുക്കാം. അപ്പൊ നമുക്ക് പണി എടുക്കാതെ നമുക്ക് ഈ വണ്ടി നമുക്ക് 75 രൂപക്ക് അതിൽ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. നമ്മളെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർ നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പൊ പണി എടുത്തിട്ടാണെങ്കിൽ പണി എടുത്തിട്ട് നമുക്ക് കസ്റ്റമർ ആവശ്യമാണ്. എങ്ങനെയൊക്കെ പണി എടുക്കണ്ടേ, എങ്ങനെയൊക്കെ ചെയ്യണ്ടേ, അതിനനുസരിച്ചുള്ള ബില്ല്. ചെറിയ ബില്ല് വരുള്ളൂ, ഓവർ ബില്ലായിട്ട് ചെയ്യൂല. ഒരു മീഡിയം ബില്ല് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫാൻസി നമ്പർ കേട്ടോ. KL56 676 6 കളിയാണ്. അപ്പൊ മക്കളെ സെന്നസ്റ്റില് ആലോചിച്ച് നടക്കുന്നവർക്ക് പെട്ടെന്ന് നല്ല നോക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ്. വെറും 75 റുപ്യക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് വന്നിട്ട് നമുക്ക് ഇതാ 2 വാഗണറാള്. ആദ്യം നമുക്ക് ബനെ പരിചയപ്പെടാം. ഇത് നമുക്ക് വരുന്നത് 2015 സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ്. VXC ആണ് നമുക്ക് വണ്ടി വരുന്നത്. എത്ര ഓട്ടോ അടിക്കണോ? ഇത് ഇപ്പൊ നിലവിലുള്ള 1,26,000 കിലോമീറ്റർ ആണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2015 മോഡലാണ്. VXC ആണ് വേരിയന്റ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, അതേപോലെ സെൻട്രൽ ലോക്ക് ഒക്കെ അടങ്ങി വരുന്ന വണ്ടിയാണ്. ഒറ്റ നോട്ടത്തില് അടിപൊളി വണ്ടി. അടിപൊളി വണ്ടി. സീറ്റ് കവർ ഒരു കംപ്ലൈന്റും ഇല്ല. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറും ഉണ്ട്. എന്താ പറയാ, മ്യൂസിക് സിസ്റ്റം കമ്പനി വരുന്നുണ്ട്. അതേപോലെ മീറ്റർ കാര്യങ്ങളൊക്കെ ഒരു LXC-നെക്കാട്ടിലും ഭംഗിയുള്ളൊരു ഇത് പവറിന്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സുൽത്താനി നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണ 3,30,000 രൂപയാണ്. 3,30,000 രൂപ. എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ സുൽത്താൻ നമുക്ക് 3 സംതിങ് കൊടുക്കാം. ഓക്കെ. ചോദിക്കണേ 3,30,000 രൂപ നമ്മൾ ചോദിക്കണേ. ചോദ്യം നമുക്ക് എന്തെങ്കിലും കുറച്ചെടുക്കാം. അടുത്ത ഉസ്മാനെ നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് വരുന്നത് 2011 പെട്രോൾ LXA വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. വണ്ടി ഇപ്പോ നിലവിൽ ഓടിയത് 1,32,000 കിലോമീറ്റർ ആണ്. അത്യാവശ്യം പോയിട്ടുള്ളൊരു വണ്ടിയാണ്. സീറ്റ് കവർ, കവർ, മ്യൂസിക് സിസ്റ്റം, AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. ഇത് 2011 വാഹനം. ഓക്കെ.
ടയർ ഭാഗം നമുക്ക് ഒരു 80% അടുത്ത് ടയർ ഭാഗം കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടി, തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ 2015 ഇപ്പൊ ഈ പറഞ്ഞ 2011 നമുക്ക് 2011 നമുക്ക് ലോൺ ഒരു 80% കൊടുക്കാം. നമുക്ക് 2015 ഫുൾ ലോൺ തന്നെ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കല്ലേ? നമുക്ക് ഫുൾ ലോൺ തന്നെ വണ്ടി ഇറക്കാം. അത്യാവശ്യം പ്രൊഫൈലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം പ്രൊഫൈലും കാര്യങ്ങളും വരുന്നവർക്ക് നമുക്ക് ഫുൾ ലോൺ ആയിട്ട് 2015 കൊടുക്കാം. ഈ 2015 നമ്മൾ ചോദിക്കുന്ന വില 1.90 1.90. നമുക്ക് എന്തെങ്കിലും മാക്സിമം ചെയ്തും കൊടുക്കാം. നമ്മൾ കസ്റ്റമറിന് മാക്സിമം നമുക്ക് റേറ്റ് കുറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മളെ ഈ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ വരുന്ന കാർട്ടനാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കറക്റ്റ് റൂട്ട് പറഞ്ഞാല് മലപ്പുറം മഞ്ചേരി റൂട്ടിലാണ് നമ്മളെ ഈ ഷോപ്പ് നിലവിൽ ഇപ്പൊ വരുന്നത്. പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് നിലവിലുള്ളത്. ഈ വരുന്ന കസ്റ്റമറിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിക്കാം. പിന്നെ നമ്മളെ ഈ കൊടുത്ത നമ്പർക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് വിട്ടെടുക്കാൻ കഴിയും. എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടൊക്കെ നമ്മളോട് തുറന്ന് ചോദിക്കാം. ഒരു മടിയും കാര്യങ്ങളൊന്നും വേണ്ട. ഒക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുള്ളൂ. ഇനിയിപ്പോ കിലോമീറ്റർ കുറഞ്ഞ വണ്ടി ഉണ്ടെങ്കിൽ, കിലോമീറ്റർ കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ കട്ടോ മുട്ടോ കാര്യങ്ങളോ അതേപോലെ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് കസ്റ്റമറിന് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ എല്ലാരും മോഹിച്ചാണ്ട് എല്ലാരും വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മോഹം, എല്ലാവർക്കും സ്വപ്നം. അങ്ങനെ ഇനിയിപ്പോ എല്ലാവരും പറയണ്ടേ, ഞാൻ എന്റെ തന്നെ പറയാം, എനിക്ക് തന്നെ വണ്ടി എന്ന് പറഞ്ഞൊരു സ്വപ്നം അങ്ങനെയൊക്കെയാണ്. സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുക. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഡീലിംഗും കാര്യങ്ങളൊക്കെ. ഇതിന് വണ്ടിക്കും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും തന്നെ എല്ലാം ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒരുവിധം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കസ്റ്റമറിന് എന്താ പറയാ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചന്റെ അടുത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കാം. കാരണം അത്രയും ചെക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നത്. പിന്നെ വണ്ടിന്റെ കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ വീട്ടിൽ എത്തിക്കാൻ ചിലപ്പോൾ വണ്ടി ഓഫ് ആവും, വണ്ടി ചിലപ്പോൾ ലേറ്റ് എത്തുന്നില്ല, മറ്റുണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. ചെറിയ കസ്റ്റമറിനെ നോക്കുക. ഒരു 5,000 ഒക്കെ മേലെ വരുന്ന പണി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മളെ കസ്റ്റമർ വണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ ചെയ്തു കൊടുക്കാം. നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ ഇവിടുത്തെ ഈ പാർട്ട് വീഡിയോ ചെയ്യാം. കുറെ വണ്ടി ഉണ്ടായാലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ വീഡിയോ ഒരുപാട് ലാഗ് ആയി പോകും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പാർട്ട് 1 ആയിട്ട് ഈ വീഡിയോ നമ്മൾ ഇട്ടത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്തിടാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. നമ്മളെ കാർട്ടൺ ഗാരേജിലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ ഇതിലേറെ അടിപൊളി ഗിവ് അവേയും അതുപോലെ തന്നെ നമുക്ക് കുറെ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ.